ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഓടിയെത്തുന്ന പേര് ടൈറ്റാനോബോവോ എന്നതായിരിക്കും. ഏകദേശം 47 അടി വരെ നീളം വെച്ചിരുന്ന ഈ ജീവി ഭീകരതയുടെയും വലിപ്പത്തിന്റെയും കാര്യത്തിൽ നമ്മുടെ സങ്കല്പങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇത്രത്തോളം വലിപ്പമുള്ള ഒരു ജീവിക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയുമോ എന്ന് പോലും ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നു. അന്നത്തെ കാലത്തെ മറ്റ് ജീവികളുടെയൊക്കെ പേടി സ്വപ്നമായിരുന്ന ടൈറ്റാനോബോവയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പുരാതന ഇന്ത്യയുടെ മണ്ണിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഭീകരതയുടെ നിർവചനം തന്നെ മാറ്റിയെഴുതുന്ന ഈ പുതിയ ജീവി ടൈറ്റാനോബോവയേക്കാൾ വലിപ്പമുള്ളതും ഭയാനകവുമാണെന്ന് ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്നു. വാസുകി ഇൻഡിക്കസ് എന്ന പേരിട്ടിരിക്കുന്ന ഈ ഭീകരമായ പാമ്പിന്റെ ഫോസിലുകൾ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നാണ് കണ്ടെത്താനായത്. വെൽക്കം ടു ഫ്രഞ്ച് ഫയൽസ്. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മാറ്റ്സോയിഡോ എന്നൊരു വിഭാഗം പാമ്പുകൾ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. പരിണാമ പ്രക്രിയയിലൂടെ ഇവ വൈവിധ്യമാർന്ന രീതിയിൽ വളരുകയും അന്റാർട്ടിക്കയും നോർത്ത് അമേരിക്കയും ഒഴികെയുള്ള ലോകത്തിന്റെ സകല ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇവ പ്രധാനമായും കരയിൽ ജീവിക്കുന്ന പാമ്പുകളായിരുന്നുവെങ്കിലും ചില വർഗ്ഗങ്ങൾ ഭാഗികമായി വെള്ളത്തിലും ജീവിച്ചിരുന്നു. ഈ വിഭാഗങ്ങളിൽ 2.5 അടി മാത്രം നീളമുള്ള ചെറിയ പാമ്പുകൾ മുതൽ അതിഭീകരന്മാർ വരെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ മുമ്പ് കണ്ടെത്തിയിട്ടുള്ള സെനാജി ഇൻഡിക്കസ് പോലുള്ള പാമ്പുകൾക്ക് 11 അടി വരെ നീളമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് ഈ പാമ്പുകൾക്കൊന്നും കാട്ടിലെ രാജാക്കന്മാരാകാൻ സാധിച്ചിരുന്നില്ല. കാരണം അന്നത്തെ ലോകം ഭരിച്ചിരുന്നത് ഭീകരന്മാരായ ഡിനോസറുകളായിരുന്നു. സകല പാമ്പ് വർഗ്ഗങ്ങളും ഡിനോസറുകളുടെയും മറ്റ് വമ്പൻ ഉരക ജീവികളുടെയും നിഴലിലായിരുന്നു അക്കാലത്ത് ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിലെ പാമ്പുകൾ കിട്ടുന്നതെന്തും ആഹാരമാക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. ചെറിയ സസ്തനികൾ, പക്ഷികൾ, മീനുകൾ എന്നിവയെല്ലാം ഇവ വേട്ടയാടി വരുന്നുവെങ്കിലും വലിയ ജീവികളെ ആക്രമിക്കാനുള്ള കരുത്ത് അന്ന് ഇവയ്ക്കുണ്ടായിരുന്നില്ല. ഇന്നത്തെ പെരുമ്പാമ്പുകളെ പോലെ ഇരയെ ശരീരമാസകം ചുറ്റിവരിഞ്ഞു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ശൈലിയായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ശക്തമായ പേശികൾ ഉപയോഗിച്ച് ഇരയുടെ ശ്വാസം നിലനിൽക്കുന്നതുവരെ ഇവ പിടിമുറുക്കുമായിരുന്നു. എന്നാൽ ഇന്നത്തെ പാമ്പുകളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവയുടെ തലയോട്ടിയുടെ ഘടനയാണ്. പെരുമ്പാമ്പുകൾക്ക് അവയുടെ താടിയെല്ലുകൾ വേർപെടുത്തി വലിയ ഇരകളെ മുഴുവനായി വിഴുങ്ങുവാൻ സാധിക്കുമെങ്കിലും മാറ്റ്സോയിഡോ വിഭാഗത്തിന് അതിന് സാധിക്കുമായിരുന്നില്ല. പകരം ഇവ അവയുടെ കരുത്തുറ്റ താടിയെല്ലുകളും കൂർത്ത പല്ലുകളും ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറി കഷണങ്ങളാക്കിയാണ് ഭക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ പാമ്പുകൾക്ക് വലിപ്പം കൂടാൻ തുടങ്ങി. മാഡസോയ പോലെയുള്ള വിഭാഗങ്ങൾ 26 അടിയിലധികം നീളം വെച്ചിരുന്നു. ഇത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാമ്പായ റെറ്റിക്കുലറ്റ്സ് പൈത്തോണിനേക്കാൾ വലുതായിരുന്നു. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായ വലിയ വംശനാശത്തിൽ ഡിനോസറുകൾ അപ്രത്യക്ഷമായപ്പോൾ ഈ പാമ്പുകൾ അതിനെ അതിജീവിച്ചു. ഇവയുടെ കുറഞ്ഞ മെറ്റബോളിസം റേറ്റ് കാരണം ആഹാരമില്ലാതെ ദീർഘകാലം ജീവിക്കാൻ കഴിഞ്ഞും ഒളിച്ചിരിക്കാനും ഈ അതിജീവനത്തിന് സഹായിച്ചു. തുടർന്നു വന്ന കാലഘട്ടത്തിൽ ഭൂമിയിലെ ഉയർന്ന താപനില ഈ പാമ്പുകളുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഗുണകരമായി. ചൂടുള്ള കാലാവസ്ഥയിൽ ഉരകജീവികളുടെ വളർച്ചയ്ക്ക് വേഗത്തിലാകുകയും അവ കൂടുതൽ മാറുകയും ചെയ്തു. ദിനോസറുകളുടെ അഭാവം ഈ പാമ്പുകളെ കാട്ടിലെ പ്രധാന വേട്ടക്കാരായി മാറാൻ സഹായിച്ചു. നോർത്ത് ആഫ്രിക്കയിലെ 33 അടിയും 1000 കിലോ ഭാരവുമുള്ള ജിഗാൻസ്ഫോഡി എന്ന വിഭാഗം രാജാവായി വാണിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുവിളിക്കുന്ന രീതിയിലാണ് 2005 ഗുജറാത്തിൽ നിന്നും ലഭിച്ച ഫോസിലുകൾ ചരിത്രം മാറ്റിമറിച്ചത്. ആദ്യം ഒരു മുതലയുടേതാണെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന ഈ അസ്ഥികൾ 2024 വിശദമായി പഠിച്ചപ്പോഴാണ് അത് വാസുകി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിന്റേതാണ് തിരിച്ചറിഞ്ഞത്. ഏകദേശം 40 മുതൽ 50 അടി വരെ നീളമുള്ള ഈ പാമ്പ് ഒരു വലിയ KSRTC ബസിന്റെ അത്രയും വലിപ്പമുള്ളതായിരുന്നു. ടൈറ്റാനോബോവയേക്കാൾ വലിപ്പവും 1100 കിലോയിലധികം ഭാരവും ഇതിനുണ്ടായിരുന്നു. കരയിൽ ജീവിച്ചിരിക്കുന്ന പാമ്പായതുകൊണ്ട് തന്നെ വാസുകി ഇൻഡിക്കസ് കരയിലെ സകല ജീവികളുടെയും അന്തകനായിരുന്നു. മുതലകൾ, വലിയ സസ്യബുക്കുകൾ, പുരാതന തിമിംഗലങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭക്ഷണ പട്ടികയിലുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിലെ അജയനായി വാണ ഈ ജീവിവർഗത്തിന്റെ വിനായത് ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോള താപനില കുറയാൻ തുടങ്ങിയതോടെ ഭീകരമായ ഇത്തരം പാമ്പുകൾക്ക് നിലനിൽപ്പ് അസാധ്യമായി. പല ജീവികളും വംശനാശം സംഭവിച്ചു പോയെങ്കിലും ഓസ്ട്രേലിയയിൽ പോലെയുള്ള ചൂടുകളുള്ള പ്രദേശങ്ങളിൽ ചില ചെറിയ വർഗ്ഗങ്ങൾ അതിജീവിച്ചു. ഒടുവിൽ ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ആവിർഭാവവും കാലാവസ്ഥയിലെ മാറ്റങ്ങളും ഒത്തുചേർന്നതോടെ ഭൂമിയിലെ ഈ ഭീമൻ പാമ്പ് വർഗം എന്നേക്കുമായി വിടവാങ്ങി. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.